വെൽക്കം ഓൾ. ഇതൊരു പുതിയ ഡ്രൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് അഗെയിൻ ഖലീജ് അറബ് വഴി നേരെ അൽഫുർസാനിലോട്ടാണ്. സൂര്യൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നായതുകൊണ്ട് തന്നെ വ്യൂ കുറച്ച് ഡള്ളായിരിക്കും, ക്ഷമിക്കണം. അപ്പം നമ്മൾ ഇവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് ഖലീജ് അറബിലോട്ട് മെർജ് ആവും. ലെഫ്റ്റ് സൈഡിലെ സിഗ്നൽ ക്ലോസ് ആയതുകൊണ്ട് നമുക്ക് നേരെ പോകാം. ഇപ്പം അവിടെ ഒരു വലിയ ബലൂൺ പോലെ ഒരു സംഭവം കാണുന്നില്ലേ ഇടത് സൈഡിൽ? അത് അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. സംഭവം എന്താണെന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. പക്ഷെ എന്തോ ഇൻഡോർ സ്പോർട്സ് റിലേറ്റഡ് എന്തോ സംഭവമാണെന്ന് മാത്രം എനിക്കറിയാം. ഈ സിഗ്നൽ ഇച്ചിരി ഡേഞ്ചറാണ്. കാരണം ചില സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടും. പണി ഇൻ ദ സെൻസ് നമുക്കും കിട്ടും, ആ ക്രോസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കും കിട്ടും. നേരെ കാണുന്ന സിഗ്നലിൻ്റെ അവിടുന്ന് ലെഫ്റ്റാണ് നമുക്ക് പോകാനുള്ളത്. ഞാനൊരു അല്പം നേരത്തേക്ക് വിൻഡോ ഒന്ന് ചെറുതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ചെറിയ എരമ്പൽ കാണും. ഈ ലൈനിൽ വെക്കണം, കാരണം നമുക്ക് ലെഫ്റ്റ് ഇവിടുന്ന് ഈ സിഗ്നലിൽ നിന്നാണ് നമുക്ക് ലെഫ്റ്റ് എടുക്കാൻ. സിഗ്നലിൽ നിൽക്കുകയാണ്. ലെഫ്റ്റ് എടുത്തിട്ട് നേരെ പോകണം. ആ സണ്ണിന്റെ ഡയറക്ഷൻ അവിടെ നിന്ന് വരുന്നതുകൊണ്ട് എനിക്കറിയില്ല, ഇങ്ങനെയായിരിക്കും ഫൈനലി നമ്മൾ വീഡിയോ കാണുമ്പോൾ കാണുന്നത്. അപ്പം നമ്മൾ നേരെ ഒരു റൗണ്ട് ബോട്ടിൽ എത്തും. ഈ റൗണ്ട് ബോട്ടിൽ നിന്നും സ്ട്രേറ്റ് ആണ്. ഇടത് കാണുന്നത്, ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് മുഷ്രിഫ് പാർക്കാണ്. നല്ല അത്യാവശ്യം ഒരു ഫാമിലി ആംബിയൻസ് ഒക്കെ ഉള്ളതാണ്. പക്ഷെ എൻട്രി ഫീസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം 5,000, ഇപ്പം എത്രയാണെന്ന് അറിയില്ല. ഇതാണ് മുഷ്രിഫ് പാലസ് റൈറ്റ് സൈഡിലുള്ളത്. അപ്പോൾ 5 രൂപ കൊടുത്ത് നമ്മൾ അകത്ത് പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ച് ആനിമൽസ് ഉണ്ട്. പോണിയൊക്കെ ഉണ്ട്. അതൊക്കെ പോണിയൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ വീണ്ടും പൈസയാണ്. പക്ഷേ ബാക്കി ആനിമൽസിനെയൊക്കെ കാണാം, നമുക്ക് ഫ്രീ ആണ്. ഒട്ടകം, പിന്നെ കുറച്ച് ഈ അറേബ്യൻ ഒറിക്സ്, ഇവിടുത്തെ നാഷണൽ ആനിമലുണ്ട് അറേബ്യൻ ഒറിക്സ്, അങ്ങനത്തെ കുറച്ച് ആനിമൽസ് ഉണ്ട്. എന്തായാലും ട്രാക്ക് ചേഞ്ച് ചെയ്യാം, ലെയിൻ ചേഞ്ച് ചെയ്യാം. റൈറ്റ് സൈഡിലോട്ട് വന്നിരിക്കുകയാണ്. ഇവിടുന്ന് നമുക്ക് ആ കാണുന്ന സിഗ്നലിൻ്റെ അവിടുന്ന് റൈറ്റ് ആണ്, ഫ്രീ റൈറ്റ് ആണ്. ഫ്രീ റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ വീണ്ടും ഖലീജ് അറബ് റോഡിൽ മെർജ് ആവും. അപ്പോൾ നമ്മൾ റൈറ്റിലോട്ട് പോവുകയാണ്. സിഗ്നൽ ഓൺ ആയതുകൊണ്ട് ഇപ്പോൾ ശ്രദ്ധിച്ച് പോകണം. നമുക്ക് പോകാനുള്ളത് ടുവേർഡ്സ് ദുബായ് എന്നുള്ള ആ റോഡിലൂടെയാണ്. ഇതാണ് ആ റോഡ്.
പാട്ടൊക്കെ ആവാം, അറിയാതെ പാടിപ്പോയതാണ്. അപ്പോൾ നമ്മൾ ഖലീജ് അറബ് റോഡിൽ മെർജ് ആയിട്ടുണ്ട്. ഈ റോഡ് 120 സ്പീഡാണ്. അപ്പം നമുക്ക് ഏകദേശം ഇനി നമുക്ക് സ്പീഡ് ഇൻക്രീസ് ചെയ്യാം. 120 ആണ്. പോകുന്നത്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു ചെറിയ എന്താ പറയുന്ന ഒരു വാട്ടർ ബോഡിയാണ്. അതൊരു ലേക്ക് അല്ല, അതൊരു എന്താ പറയുക, നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കായൽ പോലെ കടലുമായിട്ട് കണക്റ്റഡ് ആണത്. അപ്പോൾ അവിടെ ബോട്ട്, വലിയ ഷിപ്പുകളൊക്കെ വരും. നിങ്ങൾ ഓർക്കും എവിടെയാണ് ഈ ഷിപ്പ് വരുന്നത് എന്നല്ലേ? അവിടെ ഇപ്പം നമ്മൾ നേരെ കാണുന്നത് അബുദാബി നാഷണൽ എക്സിബിഷൻ സെന്റർ ആണ്, എഡ്നെക്, അബുദാബിയിലുള്ള എഡ്നെക്. അപ്പം ഈ എക്സിബിഷൻ സെന്ററിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഡിഫൻസ് എക്സിബിഷൻസും ഒക്കെ നടക്കും. അപ്പം ഒരുപാട് വേറെ വേറെ രാജ്യത്തുനിന്ന് നേവിയുടെ ഷിപ്പുകൾ, UAE തന്നെ ഷിപ്പുകൾ, അങ്ങനെയൊക്കെ ഒരുപാട് ഷിപ്പുകളൊക്കെ വരും കാണാം. നല്ലൊരു അബുദാബിയിൽ UAE അല്ലെങ്കിൽ ഇവിടെ ആ പെർട്ടിക്കുലർ എക്സിബിഷൻ നടക്കുന്ന സമയത്ത് വരാൻ സാധിക്കുന്ന ആളുകൾക്ക് ഡെഫിനറ്റ് ആയിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു നല്ലൊരു എക്സിബിഷനാണ് അബുദാബി നാഷണൽ എക്സിബിഷൻ സെന്ററിൽ നടക്കുന്ന ഡിഫൻസ് എക്സിബിഷൻ. നല്ല രസമാണ്. അത് ഈ എഡ്നെക് അബുദാബി നാഷണൽ എക്സിബിഷൻ സെന്റർ എന്ന് പറഞ്ഞ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വെബ്സൈറ്റ് കിട്ടും. അതിൽ അവരുടെ സ്കെഡ്യൂൾ, ഏതൊക്കെ പ്രോഗ്രാം, ഏതൊക്കെ ആക്ടിവിറ്റി, ഏതൊക്കെ സെമിനാർ എപ്പോഴൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്താൽ മതി. പിന്നെ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കണം, പാർക്കിംഗ് ഒരു വിഷയമാണ് ആ സമയത്ത്. അപ്പം അതൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം ഇവിടെ വരാൻ ആ സമയത്ത്. അപ്പോൾ എവിടെയെങ്കിലും ദൂരെ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഷട്ടിൽ ബസ് കാണും, സർവീസ് കാണും, അതനുസരിച്ചിട്ട് വരിക. സൈറ്റിൽ അതിൻ്റെ ഇൻസ്ട്രക്ഷനൊക്കെ കാണും. അത്ര തിരക്കാണ്. ഈ കാണുന്നതാണ് എക്സിബിഷൻ സെന്റർ. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ക്യാപിറ്റൽ ഹൈറ്റ് ഹോട്ടലാണ്. അതും എക്സിബിഷൻ സെന്ററിന്റെ ഭാഗമായിട്ട് ഉള്ളത് തന്നെയാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് എക്സിബിഷൻ സെന്ററിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞ ആ കായൽ എന്ന് പറഞ്ഞില്ലേ, അതാണ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതൊക്കെ അതിന്റെ ഭാഗമാണ്. ആ ബ്രിഡ്ജ് ഇല്ലേ, ഇപ്പോൾ ഒരു ബ്രിഡ്ജ് കാണുന്നില്ലേ, ഓവർ ബ്രിഡ്ജ്, ആ ഓവർ ബ്രിഡ്ജും എക്സിബിഷൻ സെന്ററിന്റെ ഓവർ ബ്രിഡ്ജാണ് കേട്ടോ. ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ തന്നെ നമ്മുടെ യൂസഫ് അലിക്കായുടെ വൈറ്റ് ടവർ ഉണ്ട്. നമുക്കൊരു സന്തോഷമാണ്, നമ്മുടെ നാട്ടുകാരനൊരു വലിയ ടവർ, വൈറ്റ് ടവർ. അദ്ദേഹത്തിന് ഇവിടെ മാത്രമല്ല, ഒരുപാട് വൈറ്റ് ടവർ ഉണ്ട്. ഇത് വൺ ഓഫ് ദി വൈറ്റ് ടവർ ആണ്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് അബുദാബിയുടെ അല്ല UAE കോർട്ട്, സുപ്രീം കോർട്ട്. ഇപ്പം നമ്മൾ നേരെ പോകുന്നത് മുസഫ ബ്രിഡ്ജ് ആണ്. അവിടുന്ന് നമ്മൾ മെർജ് ചെയ്യാൻ, പക്ഷെ നമ്മൾ മുസഫ വഴിയല്ല പോകുന്നത്. നമ്മൾ അവിടുന്ന് റൈറ്റ് സൈഡോട് ചേർന്ന് നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ ഷെയ്ഖ് സായദ് ബ്രിഡ്ജ് വഴിയാണ്. ഏകദേശം ഞാൻ ആ ബോർഡിന്റെ ഒക്കെ അടുത്താകുമ്പോൾ ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്, എന്നും വരുന്നതുകൊണ്ട് ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്. അപ്പൊ ആ ബോർഡിന്റെ ഒക്കെ അടുത്താകുമ്പോൾ ഞാൻ പതുക്കെ റൈറ്റ് സൈഡിലോട്ട് കീപ്പ് ചെയ്യും വണ്ടി. ഓക്കെ, ഇവിടെ നമുക്ക് കീപ്പ് ചെയ്യാം. അതിനുശേഷം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ റൈറ്റിലോട്ട് വന്നിരിക്കുകയാണ്. ഇനി റൈറ്റ് സൈഡിൽ കാണുന്ന ബോർഡുകൾ കണ്ടോ, അത് ആണ് നമുക്ക് വേണ്ട സ്ഥലത്തോട്ട് പോകുന്നത്. പക്ഷെ നമ്മൾ മുകളിൽ നിന്നല്ല പോകുന്നത്, നമ്മൾ പോകാൻ പോകുന്നത് താഴെ നിന്നാണ്. പക്ഷേ ഈ വണ്ടി പോട്ടെ, ഇതിന് ശേഷം നമുക്ക് റൈറ്റിലോട്ട് കയറാം കേട്ടോ.
നിന്ന് റൈറ്റിലോട്ട് കയറുകയാണ്. ഒരു സ്ലോ വെഹിക്കിൾ കിട്ടി, പക്ഷേ ഇറ്റ്സ് ഓക്കെ, നമ്മൾ ഇതിലോട്ട് കയറും. നമ്മൾ എക്സ്ട്രീം റൈറ്റിൽ വന്നിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് എഗെയിൻ നമുക്ക് റൈറ്റിലോട്ട് പോകണം. ഇവിടെ ഒരു വഴി നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഒരു ബോർഡ് കാണിച്ചില്ലേ? അപ്പോൾ അത് മുകളിൽ പോയിട്ട് ആ റോഡ് തന്നെയാണ് ഇവിടോട്ട് മർജ് ആവുന്നത്. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് റൈറ്റിലോട്ട് എടുക്കുക. അതിനോടൊപ്പം ഇവിടെ ഇപ്പോൾ പോലീസിൻ്റെ വണ്ടി റൈറ്റ് സൈഡിൽ വരുന്നുണ്ട്. അപ്പം നമ്മൾ അതനുസരിച്ചിട്ട് ഇത് ഡയറക്റ്റ് ഇപ്പം നമ്മൾ മെർജ് ആവുന്നത് ഷെയ്ഖ് സായിദ് ബ്രിഡ്ജിലോട്ടാണ്. ഇതൊരു വലിയ മെർജിങ് പോയിന്റ് ആണ്. ഇതിന്റെ നടുക്ക് പാർക്കോ? ഞാനിതിപ്പോഴാണ് ശ്രദ്ധിച്ചത്. പക്ഷെ എൻ്റെ നടുക്ക് ഈ മെർജിങ് പോയിന്റിന്റെ ഈ വട്ടത്തിന്റെ നടുക്കായിട്ടൊരു പാർക്കാണ് നമുക്ക് റൈറ്റ് സൈഡിൽ ഉള്ളത്. കാണുന്നുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഷെയ്ഖ് സായിദ് മോസ്ക് ആണ്. ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ ക്യാമറ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുകയല്ല. എൻ്റെ ഡാഷ്ബോർഡിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന തട്ടിയാൽ മതി. അങ്ങനെയാണ് ഞാൻ മാറ്റുന്നത് കേട്ടോ. അല്ലാതെ ഡ്രൈവിങ് നമ്മൾ വളരെ സേഫായിട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് അല്ലേ? ആണ്. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഇനി നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് ഷെയ്ഖ് സായിദ് ബ്രിഡ്ജ് കണ്ടോ, അല്ല മോസ്ക് കണ്ടോ. ഇത് അതിന്റെ ഭാഗമായിട്ടൊക്കെയുള്ള എന്തോ സംഭവങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല റൈറ്റ് സൈഡിൽ കാണുന്നതൊക്കെ. അതെ, അത് അൽ വഹദ് അൽ കറാമ എന്നാണ് അവിടെ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത്. അതിൽ കാണും. ഇപ്പം നമ്മളിപ്പോൾ നേരെ പോകുന്നത് ഷെയ്ഖ് സായിദ് ബ്രിഡ്ജിലോട്ടാണ്. അതായത് ദുബായ് ടച്ച് ആവുന്ന ബ്രിഡ്ജാണ്. ഈ ഒരു ബോർഡ് കണ്ടില്ലേ? ഇവിടുന്ന് മെർജ് ആവുകയാണ് റൈറ്റിലോട്ട് കേട്ടോ. ബാക്കിലൊരു BM ഉണ്ട്. അദ്ദേഹം ടെയിൽ ഗേറ്റ് ചെയ്യാൻ നോക്കിയാണെന്നാണ് തോന്നുന്നത്. ഇപ്പം ടെയിൽ ഗേറ്റ് അല്ല, ഹെഡ് ഗേറ്റ് ചെയ്താലും ശരി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ലൈനിൽ തന്നെ നിൽക്കും. ഇതാണ് നമ്മൾ ഞാൻ പറഞ്ഞ ഷെയ്ഖ് സായിദ് ബ്രിഡ്ജ്. നമ്മൾ മെർജായി. ആ BM ഇപ്പം നമ്മുടെ സൈഡിൽ വരും എന്നാണ് തോന്നുന്നത്. അപ്പോൾ അവരോട് കാണിച്ചു തരാം. അതെ, അദ്ദേഹം വളരെ ധൃതിയിലാണ്. ഇപ്പം ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും കേട്ടോ. ഈ വ്യക്തി മനസ്സിലായി കാണുമല്ലോ, അദ്ദേഹം ഭയങ്കര ധൃതിയിലായിരുന്നു. നമുക്കും ലൈനിൽ പോകാം. ഇവിടെ കുറച്ച് സ്ലോ ആണ്. എങ്ങനെ ഇതിപ്പോൾ 120യുടെ റോഡാണ്. ഇവിടുന്ന് നേരെ കാണുന്ന സംഭവമാണ് ടോൾ. അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ബിൽഡിംഗ് ആണ് ഖലീഫ യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ. അപ്പോൾ ഈ നേരെ കാണുന്ന ബ്രിഡ്ജ് പോലുള്ള ഒരു സംഭവമില്ലേ, അതാണ് ഇവിടുത്തെ ടോൾ. സാലിക് അല്ലെങ്കിൽ ഡർബ്. സാലിക് എന്ന് ദുബായ് പറയും, ഇവിടെ ഡർബ് ടോൾ ഗേറ്റ്. അപ്പോൾ ഇത് ഒരു ടൈമുണ്ട് കണ്ടില്ലേ, രാവിലെ 7 മുതൽ 9 മണി വരെയാണ് ഈ ടോൾ ആക്റ്റീവ്. അതിനുശേഷം അബുദാബിയിൽ ടോൾ ആക്റ്റീവ് അല്ല നിലവിൽ. അപ്പോൾ 7 മുതൽ 9 മണി വരെ നമ്മൾ ഇതിൻ്റെ താഴെ നിന്ന് വണ്ടി ഓടിച്ചോണ്ട് പോവുകയാണെങ്കിൽ അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും ശരി, നമ്മുടെ കീശയിൽ നിന്ന് പൈസ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാവും. നമുക്ക് നാട്ടിലെ പോലെ ഇങ്ങനെ നിന്ന് കൊടുക്കുകയോ മറ്റേ ഫാസ്ടാഗ് ആണെങ്കിൽ നമുക്ക് അവിടുന്ന് ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ഓപ്പൺ ആകുന്ന അങ്ങനത്തെ സംഭവമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഓടിച്ചോണ്ട് പോയാൽ മതി, പൈസ അവരെടുത്തോളും. നല്ലതാണ്, കൺവീനിയൻ്റ് ആണ്. സ്പീഡും നമുക്ക് കുറയ്ക്കുക അങ്ങനത്തെ ഒന്നും വേണ്ട. ആ ഒരു കാര്യം സൂപ്പറാണ്. ലൈനൊന്ന് ചേഞ്ച് ചെയ്തേക്കാം, വണ്ടി കുറച്ച് സ്ലോ. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഫ്ലാഗ്സ് ഒക്കെ ഇവിടെ നേരിട്ട് നമ്മൾ പറഞ്ഞില്ലായിരുന്നു മുന്നേ, ഒരു അബുദാബി എക്സിബിഷൻ സെൻറ്റർ. ആ എക്സിബിഷൻ സെൻറ്ററിൽ ഇപ്പോൾ കുറച്ച് എനിക്ക് തോന്നുന്നത് എപ്പോഴാണ് ആ ഡേറ്റ്, നവംബർ മാസത്തിലാണ്, നവംബർ 13th, ആ സെക്കൻഡ് വീക്ക് ആയിരിക്കും. ആ ടൈമിൽ ഇവിടെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്, പെട്രോളിയം എക്സിബിഷൻ. അപ്പോൾ അവിടെ നടക്കുന്ന
എക്സിബിഷൻസുകളിൽ വൺ ഓഫ് ദി ബിഗസ്റ്റ് ആണ്, വലിയ ഒരു എക്സിബിഷനാണ്. അഡേപിക് എന്ന് പറയും, അബുദാബി എന്താണ് പെട്രോളിയം എക്സിബിഷൻ, അങ്ങനത്തെ സംഭവമാണ്. എന്തായാലും അഡേപിക് എക്സിബിഷനാണ് നടക്കുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ പേരാണ് അൽഫർസാൻ. അപ്പം നമ്മൾ ഇവിടുന്ന് നേരെ ഈ ലൈൻ പിടിച്ചാൽ മതി. ആക്ച്വലി ഫ്രണ്ടിൽ ഒരു ടാക്സി, അദ്ദേഹം വളരെ സ്ലോ ആണ്. ഞാനെന്തിനാണ് ഈ ഡ്രൈവിംഗ് ചെയ്യുന്നത് അല്ലേ? നമ്മൾ ഡീസൻറ്റ് ഡ്രൈവേഴ്സ് അല്ലേ? അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ അൽഫർസാൻ എന്ന് പറയുന്നതാണ്. റൈറ്റ് സൈഡിലൊരു ബോർഡ് കാണുന്നില്ലേ? അവിടെ കാണാൻ പറ്റും നമ്മുടെ അൽഫർസാൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ബോർഡ് കണ്ടോ? ഈ ബോർഡിൽ നോക്കിക്കഴിഞ്ഞാൽ അൽഫർസാൻ, പിന്നെ മാരിയറ്റ് ഹോട്ടൽ, ഫെഡറൽ അതോറിറ്റി ഓഫ് ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ്, അതിൻ്റെയൊക്കെ ബോർഡ് കാണാം. വളരെ കൺവീനിയൻ്റ് ആണ്. ഇവിടുന്ന് എയർപോർട്ടിന് അടുത്തായിട്ടാണ് ഇത് വരുന്നത്. നല്ലൊരു ഡെസ്റ്റിനേഷനാണ്. നിങ്ങൾ അബുദാബിയിലാണെങ്കിൽ അല്ലെങ്കിൽ അബുദാബി വിസിറ്റ് ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും അൽഫർസാനിൽ വരിക. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. അവിടെ കുതിരകളുണ്ട്, എക്വസ്ട്രിയൻ ഉണ്ട്, പിന്നെ വാട്ടർ സ്പോർട്സ് ഉണ്ട്, ഷൂട്ടിംഗ് റേഞ്ചുകളുണ്ട്, പിന്നെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. മാരിയറ്റ് ഹോട്ടൽ അവിടെ തന്നെയാണ്. 400 റൂംസ് ഉള്ള ഒരു മാരിയറ്റ് ഹോട്ടലുണ്ട്. പിന്നെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ഒരു വെൽനസ് ക്ലബ്ബ്, സ്പീറ എന്ന് പറയുന്ന വെൽനസ് ക്ലബ്ബ് അവിടെ ഉണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അവിടെ. അപ്പം തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യാം. നല്ലൊരു ഡെസ്റ്റിനേഷനാണ്. ഇത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല, ഞാൻ അൽഫർസാനിൽ ജോലി ചെയ്യുന്നതാണ്, അതുകൊണ്ട് എനിക്കറിയാം, ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മളുടെ ഡെസ്റ്റിനേഷൻ അടുത്തോട്ട് എത്തിച്ചേരുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ എന്തോ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ചെടി നടാനും ഒക്കെ ആയിരിക്കും. കാര്യം ഇവിടെ മറ്റേ അറിയാമായിരിക്കുമല്ലോ, ഈ ചൂടുകാലങ്ങളിൽ വളരുന്ന ടൈപ്പ് പ്ലാന്റ്സ് ആണ് വെക്കുന്നത്. പിന്നെ അത് കഴിയുമ്പോൾ അതിന് തണുപ്പ് കാലമാകുമ്പോൾ വേറെ അതിന് ആ ക്ലൈമറ്റിന് ചേരുന്ന പ്ലാന്റ്സിന് വെക്കും. അപ്പം അങ്ങനെയുള്ള എന്തോ പരിപാടി ആയിരിക്കണം. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്, എല്ലാവരും മീൻസ് ഗവൺമെൻറ് ആണെങ്കിലും ശരി നന്നായിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് നമ്മളുടെ സിറ്റി, നമ്മൾ വീട് എങ്ങനെയാണോ നമ്മളുടെ ഡെക്കറേറ്റ് ചെയ്ത് ക്ലീൻ ആക്കി നമ്മൾ വളരെ അട്രാക്റ്റീവായിട്ട് വെക്കുന്നത്, അതേപോലെ തന്നെയാണ് ഇവിടുത്തെ സിറ്റി, നമ്മുടെ പരിസരങ്ങളൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് വെക്കണം എന്നുള്ളത് എല്ലാവർക്കും നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളത് സത്യത്തിൽ നമ്മൾ അതിനെ അഡ്മയർ ചെയ്യണം. കാരണം ഈ രീതിയിൽ വേണം നമുക്ക് ഓരോ സിറ്റിസനും കരുതേണ്ടത്. അല്ലാതെ ഇത് ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി മാത്രമല്ല, നമ്മുടെയും കൂടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളുടെ സിറ്റിയിൽ ആരെങ്കിലും വെളിയിൽ നിന്ന് വരുമ്പോൾ അവർ പറയണം ഇത്ര മനോഹരമായിട്ടുള്ളൊരു സിറ്റി. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വന്നിട്ട് അയ്യേ നിങ്ങൾക്കൊരു വൃത്തിയില്ല, എല്ലാം കച്ചട പോലെ ഇട്ടേക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വിഷമമില്ലേ? അപ്പം അതുപോലെ തന്നെ ഒരു ഫീലിംഗ് നമുക്ക് നമ്മളുടെ നാടിനോടും കൂടി വേണം. മനോഹരമായിട്ടാണ് ക്ലീൻ ചെയ്ത് വെക്കുന്നത്. നമുക്കൊരിക്കലും ഒരു പേപ്പർ എടുത്ത് അങ്ങനെ എറിയാൻ തോന്നില്ല. അതിന് എല്ലാവരും ഇവിടെ വരുന്ന എക്സ്പാട്രിയേറ്റ്സ് ആവട്ടെ, ഇവിടുത്തെ നാഷണൽസ് ആവട്ടെ, എല്ലാവരും ഇവിടുത്തെ ഗവർണിംഗ് ബോഡീസ് ആവട്ടെ, എല്ലാവരും ഒരേപോലെ പരിശ്രമിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത്. ഇപ്പം നമ്മൾ സിഗ്നലിൽ നിൽക്കുകയാണ്. ഈ സിഗ്നലിന് ശേഷം ഏകദേശം നമ്മൾ പറഞ്ഞ ഡെസ്റ്റിനേഷനിലെത്തും. സിഗ്നൽ ഓണായി. നമ്മളെപ്പോഴും സിഗ്നൽ ഓണാകുമ്പോൾ റഷ് ചെയ്തിട്ട് പോയത്, കാരണം നമുക്ക് പറയാൻ പറ്റില്ല ഫ്രണ്ടിലുള്ള ആളെ ബ്രേക്ക് എവിടെ കഴിഞ്ഞാൽ പണി കിട്ടും. ഇപ്പം ഏകദേശം അതുപോലെ ഒരവസ്ഥ വരേണ്ടതായിരുന്നു എന്ന് തോന്നുന്നു. ഇവിടെ അടുത്തൊരു സിഗ്നലുണ്ട്, കണ്ടില്ലേ? സിഗ്നലിൽ ഇവിടുന്ന് അങ്ങോട്ട് അൽഫർസാൻ്റെ പ്രോപ്പർട്ടിയാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് എക്വസ്ട്രിയൻ, നമ്മുടെ കുതിരയുടെ
അവിടെ ആക്ടിവിറ്റീസ്, പിന്നെ അക്കോമഡേഷൻ ഏരിയ അങ്ങനെയൊക്കെയാണ്. അപ്പം ഒരു ഹ്യൂജ് ഫെസിലിറ്റിയാണ്. 2.5 സ്ക്വയർ കിലോമീറ്റർ ഉണ്ട്. ഒരുപാട്. ആ കാണുന്നതൊക്കെ അൽഫർസാനാണ്, നേരിട്ട് കാണുന്നതൊക്കെ. ഇവിടെ നമുക്ക് അകത്തോട്ട് കയറാം. ഇവിടെ ഒരു ഓറഞ്ച് നിറത്തിലെ ഒരു ബ്യൂട്ടിഫുൾ ബോർഡ് കാണാൻ പറ്റും, അൽഫർസാൻ എന്ന് എഴുതിയിരിക്കുന്ന ബോർഡ്. അതിനകത്തോട്ട് നമ്മളുടെ സ്വന്തം അൽഫർസാൻ. അതാ അൽഫർസാനാണ് ഞാൻ പറഞ്ഞ ബോർഡ്. ഇവിടെ കണ്ടോ, നമ്മളകത്തോട്ട് കയറിയിരിക്കുകയാണ്. അങ്ങനെ ഇതാണ് നമ്മളുടെ അൽഫർസാന്റെ പ്രിമൈസ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് മാരിയറ്റ് ഹോട്ടലാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, നമുക്കൊരു മാരിയറ്റ് ഹോട്ടൽ. റൈറ്റ് സൈഡിൽ കാണുന്നത് എക്വസ്ട്രിയൻ കുതിരകൾ. നമുക്ക് ഏകദേശം 150 നമ്മുടെ സ്വന്തം കുതിരകളും 400 അല്ലാതെ മീൻസ് നമ്മളുടെ അതല്ലാതെ കുതിരകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നില്ല ലെഫ്റ്റ് സൈഡിൽ. അതൊരു ഷോപ്പിംഗ് മോളാണ്. സൂൺ ഇൻ ദ സെൻസ് ഈ ലാസ്റ്റ് ക്വാർട്ടറിൽ, അതായത് 2025 ഡിസംബറിനകം ഓപ്പൺ ആവേണ്ടതാണത്. അത് ഇപ്പം ഫൈനൽ ടച്ചും കാര്യങ്ങളും ഫ്ലോറിങ്ങും അങ്ങനത്തെയൊക്കെ കുറച്ച് പരിപാടി നടക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത് സ്പീര, വൺ ഓഫ് ദി ബിഗസ്റ്റ് വൺ എന്ന് നമ്മൾ പറഞ്ഞില്ലേ, സ്പീര ഹെൽത്ത് ക്ലബ് പറയുന്നത്. എന്നിട്ട് ആ കാണുന്നതാണ് നമ്മളുടെ റിസോർട്ട്. അവിടെയാണ് ഷൂട്ടിംഗ് റേഞ്ച്, പിന്നെ മോട്ടോർ സ്പോർട്ട് ഒക്കെ ഉള്ളത്. അപ്പം ഇതാണ് അൽഫർസാൻ. വരണം, തീർച്ചയായിട്ടും വരണം നിങ്ങൾ. ഇവിടെ വന്ന് കഴിയുമ്പോൾ ഒന്ന് മെസ്സേജ് അയക്കുക, നമുക്ക് കാണാം. അപ്പോൾ ഞാൻ എൻ്റെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുന്നു. ഇനി ഞാൻ വണ്ടി പാർക്ക് ചെയ്യാൻ പോവുകയാണ്. നമ്മളെപ്പോഴും ഏകദേശം ഇവിടെയാണ് പാർക്ക് ചെയ്തത്. അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് ഇന്നത്തെ സെഷൻ ഇവിടെ നിർത്താം. താങ്ക് യു ഓൾ. സൈനിങ് ഔട്ട്.